ഹായ് ഓൾ, എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ സബ്സ്ക്രൈബർ കൗണ്ട് പതുക്കെ പതുക്കെ കൂടി വരുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എനിക്ക് താങ്ക്സ് പറയാതിരിക്കാൻ വയ്യ. ബഹ്റിനിൽ വന്നിട്ടുള്ള ഓരോ ദിവസത്തെയും എൻ്റെ ഓരോ ഓർമ്മകളാണ് ഓരോ വീഡിയോയും. അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. കഴിക്കാൻ പോകുന്നത് ഈ മീനാണ് കേട്ടോ. അപ്പം ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്താണ്. അപ്പോ മീൻ അവിടെ ഐസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊന്ന് ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. തൊട്ടടുത്ത് തന്നെയാ കട, നമ്മുടെ ഫ്ലാറ്റിന്റെ തൊട്ട് താഴെ തന്നെയാ കേട്ടോ. അപ്പൊ പോയിട്ട് വരാം. നല്ല വെയിലാട്ടോ. അപ്പൊ വെള്ളിയാഴ്ച അല്ലേ, അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. പള്ളി തൊട്ടടുത്തുണ്ട് കേട്ടോ. എൻ്റെ അമ്മേ ചൂട്. ഇന്നൊരു വെള്ളിയാഴ്ചയാണ് കേട്ടോ, അവധി ദിവസമാണ്. അപ്പോൾ നമ്മൾ കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പീച്ച് മേടിക്കുകയാണേ. അപ്പം ഞാൻ മാങ്ങ എടുക്കുകയാണ് കേട്ടോ. ഇത് പാകിസ്ഥാനി മാങ്ങയാണേ. ഇതിന് വില കുറവാണ്, കാണാനും കുറച്ച് വാടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ടേസ്റ്റിനൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടല്ലേ. എല്ലാ പ്രവാസികളും നന്നായിട്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ മോനാണ് കേട്ടോ മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതിയിരിക്കുന്നത്. മാക്സിമം ഞാൻ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും അവനെ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ സ്കൂളിലെ പഠിത്തം മാത്രം പോരല്ലോ ജീവിക്കാനായിട്ട്, എല്ലാം കണ്ടു പഠിക്കണ്ടേ അവർ. ഇനി നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ മേടിക്കുകയാണേ. ചെറുനാരങ്ങ, ക്യാരറ്റ്, ബീൻസ് ഒക്കെ എടുക്കാറുണ്ട്. ഒരാഴ്ചത്തേക്കുള്ള വെജിറ്റബിൾസ് ഒരുമിച്ച് മേടിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ ബ്രൗൺ ഷുഗറാണ് കേട്ടോ എടുക്കുന്നത്. വൈറ്റ് ഷുഗറിനെക്കാട്ടിലും എപ്പോഴും നല്ലത് ബ്രൗൺ ഷുഗറാണ്, അധികം പ്രോസസ്സിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, പഞ്ചസാര വൈറ്റ് പോയ്സൺ ആണെന്നല്ലേ പറയണത്. നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ദോഷം ചെയ്യുന്ന ഒന്നാണ്. മാക്സിമം കുറയ്ക്കാണ് കേട്ടോ നല്ലത്. അച്ചു, നമുക്ക് ഇത് മേടിച്ചാലോ, കളർ കൊടുക്കാനായിട്ട്. ഇത് മേടിക്കാം. പിന്നെ നമുക്കൊരു സെറ്റ് പാന മേടിക്കാം അല്ലേ. ഇത് എടുത്താലോ. ഇവിടെ കണ്ടോ, രക്ഷാബന്ധനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ഡിസൈനിലുള്ള ഒരുപാട് രക്ഷാബന്ധനം ഇരിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിട്ടോ ഇവിടെ ഇത് കണ്ടപ്പോൾ. ബഹ്റിൻ ശരിക്കും പറഞ്ഞാൽ നല്ല കൺട്രിയാണ് കേട്ടോ. എല്ലാ രാജ്യക്കാരെയും വെൽക്കം ചെയ്യുന്ന, എല്ലാ മതവിഭാഗത്തെയും റെസ്പെക്റ്റ് ചെയ്യുന്ന നല്ലൊരു കൺട്രിയാണ്. ഇവിടെ അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്. നല്ല കംഫർട്ടാണ് കേട്ടോ ഇവിടെ ജീവിക്കാനായിട്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇവിടെയുള്ള മലയാളികൾ എന്ന് പറഞ്ഞാൽ പരസ്പരം സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, അങ്ങനെയുള്ളവരെയാണ് കേട്ടോ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവാണ്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ തിരിച്ചു വന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പോയി തുണി എടുക്കാനായിട്ട് പോയി. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചൂടിൻ്റെ കാഠിന്യം എത്രത്തോളമാണെന്ന്. ഇവിടെ കുറേ അഴക്കകൾ കാണാം കേട്ടോ. ഓരോ ഫ്ലാറ്റുകാർക്കും ഓരോ അഴക്ക വീതമുണ്ട്. അപ്പം ഞങ്ങളുടെ അഴക്കയുടെ കളർ പച്ചയാണ്. ഈ അഴക്കേനെ നിങ്ങൾ എന്തെന്നാ പറയുക, അഴൽന്നെങ്ങാനാണോ? എനിക്കത് അറിയില്ല കേട്ടോ. ഞങ്ങൾ നാട്ടിൽ അങ്ങനെയാ പറയുക. അങ്ങനെ തുണിയൊക്കെ എടുത്ത് വന്നിട്ട് നമ്മൾ ഐസിലിട്ട് വെച്ച മീൻ കറിയാക്കാൻ പോവാണ്. ഞാനിന്ന് കുടംപുളി ഇട്ടിട്ടാണ് കേട്ടോ മീൻ കറി വെക്കാൻ പോണത്. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പും പുളി ഇട്ട് കറി വെക്കാറുണ്ട്, മാങ്ങ ഇട്ട് വെക്കാറുണ്ട്.
പിന്നെ ചില സ്ഥലത്തൊക്കെ കോൽപ്പുളി പിഴിഞ്ഞിട്ടും മീൻകറി വെക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണെന്ന്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, പിന്നെ മസാലപ്പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ്. തിളച്ചതിന് ശേഷമാണ് കേട്ടോ മീൻ ഇട്ട് കൊടുക്കാൻ പോണത്. ഇപ്പോൾ നമ്മുടെ മീൻകറി കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല കളർഫുൾ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ നാളികേരം ഒഴിച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. നാളികേരം പിഴിഞ്ഞിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നാളികേരം എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നാളികേരം പാക്കറ്റിൽ കിട്ടും കേട്ടോ, അതുകൊണ്ട് സുഖമാണ്, ചെറുകൊന്നും വേണ്ട. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, അതിൽ കണ്ടോ ഇതുപോലത്തെ നാരും പിന്നെ ചിരട്ടയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് കേടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ മീൻകറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാൻ പോണത്. ഞാൻ മീൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെച്ചപ്പോൾ കുറച്ച് വെള്ളം അധികം കൂടിപ്പോയി. മീൻ കഷ്ണങ്ങൾ മുങ്ങാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ്. വെള്ളം കറിയിൽ ഇത്തിരി കൂടിപ്പോയി. എന്നാലും വേണ്ടിയില്ല, നാളത്തേക്കും കൂടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കണ്ടോ ഇത്രയധികം വെള്ളം ഒഴിക്കണ്ടായിരുന്നു, വല്ലാണ്ട് കൂടിപ്പോയി വെള്ളം ഒഴിച്ചത്. നാളികേരത്തിലും പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ അരച്ചെടുക്കുക. ഇനി വറുക്കാനായിട്ട് രണ്ട് മീൻ കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിടും കേട്ടോ. അതുപോലെ തന്നെ കറിവേപ്പിലയും താഴെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യാൻ വയ്ക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നാളികേരം അരിച്ചൊഴിക്കുകയാണ്. ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് വളരെയധികം നേരം വൈകിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വളരെ നേരം വൈകിട്ടാണ് ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. വയറ് കെടുന്ന് എന്താ പറയുക, വിശന്നിട്ട് ആകെ പ്രശ്നമാക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇത്തിരി വേവ് കുറവാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻകറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് നമുക്കൊന്ന് താളിച്ച് കൊടുക്കണം, ഉള്ളി ചേർത്തിട്ട്. അപ്പോൾ ഞാനിവിടെ ഉള്ളി മേടിക്കാറില്ല കേട്ടോ, ഞാൻ സവാള തന്നെ മേടിക്കാറ്. എന്താണെന്നറിയില്ല, ഞാൻ പണ്ട് മുതലേ വീട്ടിൽ ഉള്ളി മേടിക്കാറില്ല. പക്ഷേ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരൊക്കെ ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് വറുത്തിടുകയൊക്കെ ചെയ്യുക. അങ്ങനെ മീൻകറി കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്തിരി വെള്ളം കൂടി, എന്നാലും കറിയുടെ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.